സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴ തുടരുകയാണ്. കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ എറണാകുളത്ത് പെയ്തത്. എറണാകുളം ജില്ലയിൽ ഇതുവരെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. കൊച്ചിയിലേക്കാണ് ആദ്യം പോകുന്നത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ വെള്ളക്കെട്ടായിരുന്നു. വെള്ളക്കെട്ട് മാത്രമല്ല, വലിയ രീതിയിൽ വൻതോതിൽ മഴയുടെ അളവും കൂടിയതുകൊണ്ട് തന്നെ ദുരിതത്തിലായിരുന്നു എല്ലാവരും തന്നെ, യാത്രക്കാരുൾപ്പെടെ. ഗതാഗത കുരുക്കുണ്ട രൂക്ഷമാകുന്ന സാഹചര്യം. ഇന്നിപ്പോൾ മഴയൊന്ന് തോർന്നു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു എവിടെയാണ് നിൽക്കുന്നത്? ഇന്നത്തെ വിവരങ്ങൾ എന്തെല്ലാമാണ് വിഷ്ണു? സ്മിത, ഞാൻ നിലവിൽ കളമശ്ശേരിയിലാണുള്ളത്. മഴ മാറി നിൽക്കുന്നതിനാൽ തന്നെ ഇന്നലത്തെ വെള്ളക്കെട്ടെല്ലാം ഏറെക്കുറെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിലും നഗരസഭാ പരിധിയിലുമുള്ള വെള്ളക്കെട്ടുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് മഴ ഇനിയും ശക്തമായി വന്നാൽ വീണ്ടും ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്നുള്ളതാണ്. അത് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ 2 മണിക്കൂർ പെയ്യുന്ന മഴയിൽ തന്നെ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന എറണാകുളത്തെ മഴയുടെ ശരാശരി കണക്ക് 150ഉം 200 മില്ലിമീറ്ററും എല്ലാമാണ്. അത് പെട്ടെന്നുണ്ടാകുന്ന ഈ മഴ വലിയ രീതിയിൽ വെള്ളക്കെട്ടിന് കാരണമാകുകയും ചെയ്യുന്നു. 250ലധികം വീടുകളിലാണ് കളമശ്ശേരിയിൽ മാത്രം ഇന്നലെ വെള്ളം കയറിയത്. അതോടൊപ്പം നഗരമേഖലയിലേക്ക് വന്നാൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഇട റോഡുകളും അതോടൊപ്പം പ്രധാനപ്പെട്ട റോഡുകളിലും എല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. ഇന്നലെ പാലാരിവട്ടം മേഖലയിലും അതോടൊപ്പം തന്നെ കലൂര് മേഖലയിലും കടവന്ത്ര മേഖലയിലും ഒക്കെ ഇന്നലെ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ഗതാഗത കുരുക്കാണ്. മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. ഈ ആളുകൾ മെയിൻ റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഇടറോഡ് കയറിപ്പോകാൻ ശ്രമിക്കുന്നു. അവിടെയും വലിയ വെള്ളക്കെട്ട്, അങ്ങനെ അവിടെയും ഗതാഗത കുരുക്കുണ്ടാകുന്നു. ആകെ മൊത്തം കൊച്ചി ഇന്നലെ ആ ഉച്ചക്ക് പെയ്ത മഴയ്ക്ക് ശേഷം സ്തംഭനാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ വീണ്ടും ഈ ഗതാഗത കുരുക്കും അതോടൊപ്പം വെള്ളക്കെട്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ജില്ലയിൽ ആകെ ഇതുവരെ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഒന്ന് കളമശ്ശേരിയിൽ, ഒന്ന് തൃക്കാക്കരയിൽ, ഒന്ന് പറവൂരിൽ ഈ മുനമ്പം പ്രദേശത്ത് വെള്ളം കയറിയ ആളുകളെയാണ് ഈ പറവൂർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കളമശ്ശേരിയിൽ മൂലേപ്പാടത്ത് വെള്ളം കയറിയ കുടുംബങ്ങളുണ്ട്. തൃക്കാക്കരയിലേക്ക് എത്തുമ്പോൾ മണ്ണിടിച്ച് ഭീഷണി നേടുന്ന ആളുകളെയാണ് LP സ്കൂളിലെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആകെ ഏകദേശം വരുന്ന ഒരു 70ലധികം ആളുകളാണ് 3 ക്യാമ്പുകളിലായിട്ടുള്ളത്. ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ സ്ഥിതിഗതികൾ മാറിമറിയുമെന്ന് ഉറപ്പാണ്. സ്മിത. ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, അവിടെയും കാര്യങ്ങൾ വലിയ കഷ്ടപ്പാടിലായിരുന്നു ജനങ്ങളെല്ലാവരും തന്നെ. പല വീടുകളിലും വെള്ളം കയറുന്നത് വലിയ ദുരിതത്തിലാക്കുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സ്ഥിതി? രാവിലെ മുതൽ മഴയുണ്ടോ? സ്മിത, തിരുവനന്തപുരത്തെ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം കാര്യമായി മഴ നഗരത്തിലോ ഗ്രാമപ്രദേശങ്ങളിലോ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് ലൈവ് കൊടുക്കുമ്പോൾ കണ്ടത് ഈ ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഒരുപാട് നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഈ പ്രദേശമൊക്കെ. ഇവിടെയൊക്കെ മുട്ടറ്റം വെള്ളം ഇന്നലെ പൊങ്ങിയതായിരുന്നു. ഈ 2 സൈഡിലെയും ഓടകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ മഴ മാറിയ ശേഷവും ശുചീകരണ തൊഴിലാളികളും ഇവിടുത്തെ അല്ലാത്ത വ്യാപാരികളും ഒക്കെ ചേർന്ന് ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ ഓടയിലൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴി ഒരുക്കുകയായിരുന്നു. ചാലക്കമ്പോളത്തിലായിരുന്നു ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായത്. അവിടെ 50ലധികം കടകളിലാണ് വെള്ളം കയറിയത്. അവിടെ സ്മാർട്ട് റോഡ് പണി നടക്കുന്നതിനാൽ പലയിടങ്ങളിലും ഓടകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നേരത്തെയും ഇതേപോലെ സമാനമായി മഴ പെയ്തപ്പോൾ അവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്നതിനാൽ കാര്യമായിട്ട് ഇന്നലെ വെള്ളക്കെട്ടിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കുന്നുകുഴിയിലും കാലടി സ്കൂളിലും. അവിടെ ഈ കിള്ളിയാറും അമേഴഞ്ചാത്തോടും മറ്റും നിറഞ്ഞ കവിഞ്ഞതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഒപ്പം തന്നെ പെയ്ത്ത് വെള്ളവും നിറഞ്ഞതോടെയാണ് ചില വീടുകളിലൊക്കെ തന്നെ വട്ടിയൂർക്കാവും ഗൗരീശപ്പട്ടവും അമ്പലമുക്കിലും ഒക്കെ വെള്ളം കയറിയത്. ഈ ഭാഗത്തെ കുറച്ച് പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവരെല്ലാം ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ് തുടരുന്നത്. എന്തായാലും വെള്ളം മാറി തുടങ്ങുന്നതിനനുസരിച്ച് ഇവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോകും. എന്തായാലും ഇന്ന് 11
ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഒഴികെയുള്ള 3 ജില്ലകളിൽ ഒഴികെയുള്ള ബാക്കി 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ടും. അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. മാനത്ത് നല്ല മഴ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ വീണ്ടും വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യത നിലവിൽ തുടരുകയാണ്. സ്മിത. ശരി. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും വിവരങ്ങളുമായി ചേർന്നു. ഏതായാലും ഇന്ന് പ്രഭാതത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. കൊച്ചിയിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാത്രി മഴ മാറി നിന്നതിനാൽ വെള്ളക്കെട്ടുകൾ ഒഴിവായി. ശരാശരി 200 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ എറണാകുളത്ത് പെയ്തത്. ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമുണ്ട്. ഒറ്റമഴയിൽ കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷനുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നതാണ് അവസ്ഥ. ജില്ലയിൽ ഇതുവരെ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ P&T കോളനി നിവാസികൾക്ക് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടായതിൽ അധികൃതർ മറുപടി പറയണമെന്ന് ഹൈബി ഈഡൻ MP ആവശ്യപ്പെട്ടു. മുറിയിലും കയറി നോക്കുമ്പോൾ നമ്മൾക്കറിയാം, ചോർന്നൊലിക്കുന്ന ശുചിമുറികളും ഭിത്തി ഈർപ്പം കൊണ്ട് നനയുകയും പല ജിപ്സം കൂടുകൾ പൊട്ടിപ്പോവുകയും വലിയ ദുർഗന്ധം, സെപ്റ്റിക് ടാങ്കിന്റെ വലിയ ദുർഗന്ധം ഈ പരിസരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വമിക്കുന്ന തരത്തിലാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും അഴിമതിയും എത്രയും വേഗം അന്വേഷിക്കണം. ഇവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ സർക്കാർ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. കൊച്ചി നഗരസഭയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇതിന്റെ പദ്ധതിയിൽ നിന്ന് ഒഴിവാകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇതിന്റെ ആദ്യകാലം മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് CPIMന്റെ കൂടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ CN മോഹനാണ്. തൃശൂർ ജില്ലയിലും ഇന്നലെ മഴ കനത്ത നാശം വിതച്ചു. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഒരുപോലെ വെള്ളക്കെട്ട് ജനങ്ങൾ വലയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇന്നത്തെ അവസ്ഥ എന്താണ്? രാവിലെ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സ്മിത ഉള്ളത്. പക്ഷേ എന്നാൽ പോലും വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കേവലം മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിലാണ് തൃശൂർ നഗരമാകെ ഈ വെള്ളക്കെട്ടിലേക്ക് പോയത്. പ്രത്യേകിച്ച് ഈ അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതിന് സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച വെള്ളക്കെട്ടിൽ 3 കോടി രൂപയുടെ നാശനഷ്ടമാണ് ആശുപത്രിയിൽ ഉണ്ടായത്. ഇന്നലെയും ഈ കനത്ത മഴയിൽ വെള്ളം കയറി അത്യാഹിത വിഭാഗം ഉൾപ്പെടെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിനു മുന്നിലൂടെ, ആശുപത്രിക്ക് മുന്നിലൂടെ പോകുന്ന PWDയുടെ കാനയിൽ ഈ അറ്റകുറ്റപ്പണി നടത്താത്തതും അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് ഇടയാക്കിയതെന്നാണ് പറയുന്നത്. വടക്കേ സ്റ്റാൻഡ് തുടങ്ങി തൃശ്ശൂരിന്റെ വിവിധ റോഡുകളിലെല്ലാം തന്നെ ഇന്നലെ രാത്രി വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ഇനി ഗ്രാമീണ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിൽ പലയിടങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചു. താന്നിത്ത ഒരു മരം തന്നെ ഈ റോഡിലൂടെ ഒഴുകി വന്നു എന്നുള്ളതാണ് ഇന്നലെ സംഭവിച്ചത്. അങ്ങനെ ഈ വിവിധ മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിലും നഗരത്തിലുമെല്ലാം വലിയ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കനത്ത മഴയാണ് പെയ്യുന്നത്. അതിരപ്പള്ളിയിലും മലക്കപ്പാറയിലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഗതാഗതം തടസ്സപ്പെട്ടു, ഈ മരം മറിഞ്ഞു വീണതിനെ തുടർന്ന്. പക്ഷേ അതായത് അതിരപ്പള്ളി വനമേഖലയിലെല്ലാം കനത്ത മഴ പെയ്യുന്നതിനെ തുടർന്ന് ഈ പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്കടക്കം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിന്റെ നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും എല്ലാം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കനത്ത മഴയാണ് പെയ്തത്. ഇപ്പോൾ രാവിലെ മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. മഴ വാർത്തകൾ ഇനി വരും മണിക്കൂറുകളിലും നമ്മൾ തുടർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കായിക വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. നോർവേ ചെസ്സിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ. ക്ലാസിക്കൽ ഫോമാറ്റിൽ കാൾസനെ വീഴ്ത്തുന്നത് ഇതാദ്യമാണ്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് വരുന്നത് അല്ലേ? തീർച്ചയായും സ്മിത, ഇന്ത്യൻ പ്രോഡിജീസിന്റെ തകർപ്പൻ പ്രകടനം ചെസ് ലോകത്തെ തുടരുകയാണ്. ആദ്യം ചെസ് ലോകകപ്പിലൊക്കെ തന്നെ പ്രജ്ഞാനന്ദ തന്നെ മികച്ച വിജയം ഫൈനലിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ഡി ഗൂഗേഷ് അടുത്തിടെ ജേതാവായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു പമ്പൻ ജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജയം പ്രജ്ഞാനന്ദയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ചെസ്സിലെ മുടിചൂടാമന്നനായ കാൾസനെ ക്ലാസിക്കൽ ഫോർമാറ്റിൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രജ്ഞാനന്ദ. ആദ്യമായാണ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ പ്രജ്ഞാനന്ദയുടെ ജയം. നേരത്തെ റാപ്പിഡ് ഫോർമാറ്റുകളിലൊക്കെ തന്നെ ജയിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ഫോർമാറ്റിലെ ജയം വലിയ സന്തോഷം നൽകുന്നതാണ്. അല്ലെങ്കിൽ പ്രജ്ഞാനന്ദയെ പോലുള്ള 18 വയസ്സ് മാത്രമുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് വലിയ ഊർജ്ജം നൽകുന്ന ഒരു ജയം തന്നെയാണ് ഈ ജയം എന്ന് പറയുന്നത് കാൾസന്റെ ജന്മനാടായ നോർവേയിൽ വെച്ച് നടക്കുന്ന നോർവേ ചെസ് ടൂർണമെന്റിൽ എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ജയത്തോടുകൂടി
കൂടി ഒന്നാം സ്ഥാനത്തേക്ക് 5.5 പോയിന്റുമായി ഉയരാനും പ്രജ്ഞാനന്ദയ്ക്കായി. കാൾസൺ തോൽവി നേരിട്ടതോടുകൂടി അദ്ദേഹം 5ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റാണ് ഈ നോർവേ ടെസ്റ്റ് ടൂർണമെന്റ്. കഴിഞ്ഞ ദിവസം ഡിംഗ്ലറാനോടൊക്കെ തോറ്റെങ്കിൽ പോലും വലിയ തിരിച്ചടി നേരിടുമെന്നാണ് പ്രജ്ഞാനന്ദയെ കരുതിയത്. പക്ഷേ കാൾസനെ ജയിച്ച് അങ്ങനെ വലിയ ഒരു ലീഡും അല്ലെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് ഉയരാനും ഇപ്പോൾ പ്രജ്ഞാനന്ദയ്ക്കായിരിക്കുന്നു. മറ്റൊരു പ്രത്യേക പ്രജ്ഞാനന്ദയുടെ സഹോദരിയും ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള വൈശാലിയും വനിതാ വിഭാഗത്തിൽ വമ്പൻ പ്രകടനം തുടരുകയാണ്. അവരും 1ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഇന്ത്യൻ ചെസ്സിന്റെ ഭാവി ശോഭനമാണ് എന്നല്ല, ഇന്ത്യൻ ചെസ് ഇപ്പോൾ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് പോകുന്നത് എന്ന തരത്തിലുള്ള പ്രകടനമാണ് പ്രജ്ഞാനന്ദ, ഗുകേഷ്, വൈശാലി തുടങ്ങിയ താരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ വലിയ കുതിപ്പ് നടത്തുകയാണ്. സ്മിത, ശരി. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. നോർവേ ചെസ്സിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ വീഴ്ത്തിയിരിക്കുന്നു പ്രജ്ഞാനന്ദ. ക്ലാസിക്കൽ ഫോമാറ്റിൽ കാൾസനെ വീഴ്ത്തുന്നത് ഇതാദ്യമാണ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമനെയാണ് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കഴിഞ്ഞ ദിവസം ഈ ആരോപണമായി വരുന്നു, പിന്നീട് അത് പരാതിയായി, ഇപ്പോൾ അതിന് തെളിവുകൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? നടപടിയായിരിക്കുന്നു. സ്മിത, തീർച്ചയായും ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അച്ചടക്ക നടപടിയിലേക്ക് ഇപ്പോൾ ഈ കേരള പോലീസ് അക്കാദമി കടന്നിരിക്കുന്നത്. അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് ആയിട്ടുള്ള പ്രേമനെയാണ് ഇത്തരത്തിൽ ഈ സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിയ്യൂർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിയ്യൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ പരാതിക്കാരിയുടെയും അതുപോലെ തന്നെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് വിയ്യൂർ പോലീസ് കടക്കും. പ്രധാനമായും ഈ 17, 18 അതുപോലെ തന്നെ 22 തീയതികളിലായി 3 ദിവസം ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന പരാതി. ഓഫീസിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്ക്, ഓഫീസ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു. ആദ്യ ദിവസം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും 2ാം ദിവസവും, അതായത് 18-നും പിന്നീട് 22-നും ഇതേ ശ്രമം നടത്തി. പിന്നീട് മാനസികമായി തകർന്ന വനിതാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോട് വിവരം പറയുകയും അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇത്തരത്തിലൊരു പരാതി ഈ സൂപ്രണ്ടിന് നൽകുന്നത്. അതേ തുടർന്ന് ഇന്റേണൽ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കൂടി ശരിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഈ നടപടികളിലേക്കും പോലീസിന് ഈ കേസെടുക്കാനും ശുപാർശ നൽകിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശരി. സുരേഷ് സജി തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ DYSP പങ്കെടുത്ത സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ നീക്കം. DYSP ഗുണ്ടാ നേതാവിനെ വീട്ടിലെത്തിയ സമയത്ത് റെയ്ഡിനെത്തിയ പോലീസുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. സസ്പെൻഷനിൽ കഴിയുന്ന DYSP MG സാബു വിരമിക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾക്കെതിരെ മുൻപുണ്ടായിരുന്ന പരാതികൾ കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം നടക്കുന്നു. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയിലെ പ്രവർത്തകരാണ് MG സാബുവിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം തുടരുന്നു. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് DYSPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്തു മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ വനം ബീറ്റ് ഓഫീസർ ജാക്സനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. സംഭവത്തിനു പിന്നിലെ പോലീസ് വനം വകുപ്പ് ഒത്തുകളി വിശദമായി തന്നെ അന്വേഷിക്കണമെന്നും ജനകീയ കൂട്ടായ്മ ചാലക്കുടി ആവശ്യപ്പെടുന്നു. അതിരപ്പള്ളിയിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുക്കും. കേസിൽ CI തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയതോടെ റൂബിൻ ലാലിന്റെ അമ്മ രജനി മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി PA സലീമുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ വിറ്റ കണ്ണൂർ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുക. സംഭവത്തിനു ശേഷം സലീം കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലെത്തിയെന്നും സഹോദരിക്കൊപ്പം ജ്വല്ലറിയിലെത്തി സ്വർണം വിറ്റതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. റിമാൻഡിലായിരുന്ന പ്രതിയെ ഇന്നലെയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയുടെ രക്തസാമ്പിൾ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയച്ചു.
മെയ് 15 പുലർച്ചെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ സലീമിനെ ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വീണ വിജയന് അബുദാബി കമേഴ്സ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് SNC ലാവ്ലിൻ PwC എന്നീ വിവാദ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയെന്നാണ് ഷോൺ ജോർജിന്റെ പുതിയ ആരോപണം. വിദേശ ബാങ്ക് അക്കൗണ്ടിലെ പണമിടപാടുകൾ കൂടി SFIO അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഷോൺ നൽകിയിട്ടുള്ള ഉപഹർജിയിലെ ആവശ്യം. CMRL എക്സാലോജിക് പണമിടപാടിൽ SFIO അന്വേഷണം തുടരുന്നു. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 52.3 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പിശക് ഉണ്ടായിരിക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡാറ്റയും സെൻസറുകളും പരിശോധിച്ചു വരികയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഡൽഹിയിലെ മറ്റ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് മുങ്കേഷ്പൂരിൽ മാത്രമാണ് 52.3 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ഈ നിലയിലുള്ള ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ഉഷ്ണതരംഗം തുടരുന്നു. 50 ഡിഗ്രിക്ക് മുകളിലാണ് രാജസ്ഥാനിൽ രേഖപ്പെടുത്തിയ താപനില. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ 49.1 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഉഷ്ണതരംഗം രൂക്ഷമായതിനെ തുടർന്നുള്ള ജലക്ഷാമം മറികടക്കാൻ കർശന നടപടി ഡൽഹി സർക്കാർ സ്വീകരിക്കും. വെള്ളം പാഴാക്കിയാൽ 2000 രൂപ പിഴ ചുമത്തും. പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ സർക്കാർ രൂപീകരിക്കും. ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ K ബിനേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാത്രി 10:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം 1 മണിയോടെ വടകര ചോറോടുള്ള വീട്ടിലെത്തിച്ചു. സംസ്കാരം ഇന്ന് രാവിലെ 9 മണിക്ക്. ഡൽഹി ഉത്തം നഗർ ഹസ്ലാലിൽ താമസിക്കുന്ന ബിനീഷ് ഡൽഹി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിരുന്നു. വസീറാബാദ് പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന പ്രത്യേക പരിശീലനത്തിനിടെയാണ് ബിനേഷിന് സൂര്യാഘാതമേറ്റത്. കടുത്ത ചൂടേറ്റ് തളർന്നു വീണ ബിനീഷിനെ ആദ്യം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായതോടെ പശ്ചിം വിഹാർ ബാലാജി ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ പ്രതികളായ സബിത് നാസറിനെയും സജിത് ശ്യാമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഹൈദരാബാദിലെ പ്രധാന കണ്ണിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതം. പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് അർദ്ധരാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് രാത്രി 12:30 ബംഗളൂരുവിലെത്തുന്ന ലുഫ്താൻസ എയർലൈൻ വിമാനത്തിലാണ് പ്രജ്വൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പ്രജ്വൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. അറസ്റ്റ് ഒഴിവാക്കാൻ പ്രജ്വൽ രേവണ്ണ ബംഗളൂരു സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റിയത് പ്രജ്വലിന് തിരിച്ചടിയായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ലോകായുക്ത നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് AJ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലോകായുക്ത നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കോടതിയുടെ അധികാരങ്ങളുള്ള ലോകായുക്തയുടെ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കുവാനും അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും നിയമസഭയ്ക്കും സ്പീക്കറിനും അവകാശം നൽകുന്നതാണ് നിയമ ഭേദഗതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. എല്ലാ മണ്ഡലങ്ങളിലും ഭരണ പ്രതിപക്ഷ സഖ്യങ്ങൾ ശക്തമായ പ്രചാരണമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇരുവിഭാഗത്തിന്റെയും താരപ്രചാരകർ വിവിധ മണ്ഡലങ്ങളിലെ റാലികളിൽ ഭാഗമാകും. ജൂൺ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ. പ്രചാരണ തിരക്ക് ഒഴിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ ഇന്നെത്തും. സുരക്ഷയുടെ ഭാഗമായി കന്യാകുമാരിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2000-ലധികം പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചു. വൈകിട്ട് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 4:30 ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കും. ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം കന്യാകുമാരി ക്ഷേത്ര ദർശനം, തുടർന്ന് ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. ധ്യാനത്തിനുശേഷം ജൂൺ 1 വൈകിട്ടോടെ തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങും. 2019 തെരഞ്ഞെടുപ്പ് കാലത്തും മോദി സമാനമായ രീതിയിൽ ധ്യാനമനുഷ്ഠിച്ചിരുന്നു. കലാശക്കൊട്ട് കഴിഞ്ഞ്
ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭാഗമായ സമുദ്രനിരപ്പിൽ നിന്ന് 11,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രദാന ഗുഹയിലാണ് മോദി 17 മണിക്കൂർ ധ്യാനമിരുന്നത്. ചിത്രം മോദി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ചിത്രം വൈറലായി. തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പേ മോദിയുടെ ധ്യാനചിത്രം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിവെച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ പ്രചാരണത്തിൽ BJP പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലും മോദി തുടർച്ചയായി സന്ദർശനം നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ്. ലീഗ് പ്രവർത്തകന്റെ തോളെല്ല് പൊട്ടിയ വിവരം മറച്ചുവെച്ച് ആശുപത്രി അധികൃതർ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വഴിയൊരുക്കിയെന്ന് MK മുനീർ. CPIM നിർദ്ദേശപ്രകാരമാണ് ആശുപത്രി അധികൃതരും പോലീസും പ്രവർത്തിക്കുന്നതെന്നും ആരോപണം. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ പേരാമ്പ്രൻ നൊച്ചാട് UDF CPM സംഘർഷമുണ്ടായി. ഇതിനിടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ PC ലിജാസിന് പരിക്കേറ്റത്. എക്സ്റേ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ലിജാസിനെ ഡിസ്ചാർജ് ചെയ്തു. പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. 18 ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ലിജാസ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് തോളലിന് പൊട്ടലുള്ള കാര്യം കണ്ടെത്തിയത്. തോളലിന് പൊട്ടലേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിസ്ചാർജ് ചെയ്തെന്ന് MK മുനീർ ആരോപിച്ചു. ഈ ലിജാസ് എന്ന് പറയുന്ന ആള് നിംസിൽ ചെന്ന് വീണ്ടും വേദന പറഞ്ഞപ്പം അവർ ഈ എക്സ്റേ എടുക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് എക്സ്റേയിൽ തോളല് പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഈ എക്സ്റേ എടുത്തിട്ട് അവർ തോളല് പൊട്ടിയത് കണ്ടിട്ടില്ല. പല സ്ഥലത്തും പോയിട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊന്നും തോളല് പൊട്ടിയത് കാണുന്നില്ല. പിന്നെ MRI വരെ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം എടുത്തപ്പോൾ വളരെ കൃത്യമായി അത് സർജറിയിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 ആഴ്ച വിശ്രമം ആവശ്യമായിരുന്നത് തന്നെയാണ് തോളലിന് പൊട്ടലേറ്റ സംഭവം മറച്ചുവെച്ച് ഡോക്ടർമാർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് PC ലിജാസ് ആരോപിച്ചു. മെഡിക്കൽ കോളേജിലെ എക്സ്റേ നോക്കിയിട്ടാണ് മിംസിലുള്ള ഡോക്ടർ അടക്കം പറയുന്നത് ഇതിൽ പൊട്ടുണ്ടെന്നുള്ളത്. പിന്നെ MRI എടുത്തവരാണ് സ്ഥിരീകരിച്ച ഡോക്ടർ. ഈ ഡിസ്ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. വേറെ പൊട്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളോട് 3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ മാത്രം ഇപ്പോൾ മാറിക്കോളും. പക്ഷേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. നേരെ ജയിലിലേക്കാണ് പോയി. നമുക്ക് എന്തെല്ലാം പ്രയാസം ഇവിടെ ഒക്കെ അനുഭവപ്പെട്ടിരിക്കും. പ്രാഥമിക കർമ്മങ്ങൾ പോയി ചെയ്യാൻ പോലും പറ്റിയില്ല ആ ടൈമിൽ. അനാരോഗ്യം മറച്ചുവെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. CPM ഒത്താശയോടെ നടന്ന ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും ലീഗ് ആരോപിക്കുന്നു. 24 കോഴിക്കോട്. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടത്തിപ്പിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പരിപാടിക്കായി LED വാളുകൾ നൽകിയ പിക്സൽ മീഡിയ എന്ന സ്ഥാപനമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കരാർ പ്രകാരം നൽകാനുള്ള 77 ലക്ഷം ആവശ്യപ്പെട്ടാണ് ഹർജി. സർക്കാരിന് പുറമെ സംഘാടകരായ അമ്യൂസിയവും ശാസ്ത്ര സാങ്കേതിക കൗൺസിലും എതിർകക്ഷികളാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി LED വാളുകൾ ഉൾപ്പെടെ നൽകിയ പിക്സൽ മീഡിയ സ്ഥാപനമാണ് പണം നൽകാതെ വന്നതോടെ പ്രതിസന്ധിയിലായത്. അമ്യൂസിയം ആർട്ട് സയൻസുമായുള്ള കരാർ പ്രകാരം പിക്സൽ മീഡിയയ്ക്ക് നൽകേണ്ടത് 82,89,723 രൂപ. ഇതിൽ 5 ലക്ഷം അഡ്വാൻസായി നൽകി. ബാക്കി തുകയായി ഇനി കിട്ടാനുള്ളത് 77,89,723 രൂപ. സംഘാടകർ പണം നൽകാതെ വന്നതോടെയാണ് സ്ഥാപനം ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനും അമ്യൂസിയം ആർട്ട് സയൻസിനുമെതിരെയാണ് റിട്ട് ഹർജി. കേസ് ജൂൺ 11 പരിഗണിക്കും. അതേസമയം ഫെസ്റ്റിനായി ജോലി ചെയ്ത വോളണ്ടിയേഴ്സിനും ഇന്റേണുകൾക്കും പണം നൽകിയില്ല. 849 പേർക്കായി നൽകാനുള്ളത് 17,33,598 രൂപ. പണം കാത്ത് കഴിയുന്നതിലേറെയും വിദ്യാർത്ഥികൾ. ഇങ്ങനെ പൈസ തരില്ല എന്നുള്ളൊരു ഇതൊരിക്കലും നമ്മൾ തോന്നിയിട്ടില്ലായിരുന്നു നമുക്കവിടെ. ഇത് നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. ഞാനും ഇവനും 4th ഇയർ സ്റ്റുഡൻസ് ആണ് SCTയിൽ. അപ്പം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ മൊത്തത്തിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടനെ ന്യായമൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. അപ്പം നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു. അതായത് അവരുടെ ഫണ്ടിന് ഇഷ്യൂ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അത് എന്തെങ്കിലും സോൾവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതൊരിക്കലും മാറിയില്ല. മാറുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇന്ന സമയത്ത് കിട്ടത്തില്ല അങ്ങനെ പറയാനുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല.
പണത്തിനായി കയറിയിറങ്ങി മടുത്തവരാണ് ഒടുവിൽ കോടതിയെ സമീപിച്ചത്. കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് തോന്നക്കലിലെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. അഭിമാനമായി ഉയർത്തിക്കാട്ടാവുന്ന പദ്ധതിയെയാണ് പരാതി പ്രളയത്തിൽ മുക്കിയത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.